യഥാർത്ഥത്തിൽ ഈ സമയങ്ങളിൽ ബന്ധുവിന്റെ വീട്ടിൽ പോവാൻ പിന്നെ പ്ലെയിൻ, അതുപോലെ സുഹൃത്തുക്കളെ കാണാൻ പോകൽ, ആ സമയമൊക്കെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിരുന്നുവെങ്കിൽ എത്രയും നല്ലതായിരുന്നു. ഹെലികോപ്റ്റർ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാനങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പഴയ മുഖ്യമന്ത്രി പോയപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു മനുഷ്യൻ ഇത്ര കള്ളം പറയാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഞാനെന്നാ സഭയിലുള്ള ആളാണ്. ഈ സഭയിൽ നിന്ന് 15 മിനിറ്റ് നേരം ആക്രോശിച്ചുകൊണ്ട്, നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, ഒരു ജനാധിപത്യപരമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ ശ്രീ പിണറായി വിജയൻ സഞ്ചരിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിമർശിച്ച ശ്രീ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. താൻ പോയതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ അതിന് നേരെ ഘടകവിരുദ്ധമായി വാക്ക് പറയുന്നതിന് വേണ്ടി പോകുന്നു. അതാണ് പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്ന ഒരു വാക്കും കേരളത്തിലെ ഒരു ജനങ്ങൾക്കും വിശ്വസിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ക്യാമ്പുകളാകത്തന്നെ അലങ്കോലമാണ്. ആഹാരം കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല, ഏകോപനം നടന്നിട്ടില്ല. ഇല്ല, ഈ പ്രളയക്കെടുതി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ അതിനൊരു മുന്നൊരുക്കം നടന്നിട്ടില്ല. ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഒറ്റ പ്രശ്നം കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞു. ഒരു വിഷയം കൈകാര്യം ചെയ്തപ്പോൾ തന്നെ ഒരു കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. വെറും വാചകങ്ങളിൽ മാത്രം ജീവിച്ചു പോകുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയെന്നാണല്ലോ പ്രധാന. അത് പക്ഷെ സിഎമ്മിനോട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഇൻവെസ്റ്റർ ആരാണെന്നുള്ള ചോദ്യം ഉയർന്നിരുന്നുണ്ട്. അതായത് ഞാൻ കൊച്ചിയിൽ വന്ന് കാണണം, ഇന്ന സമയത്ത് വരണം എന്നൊക്കെ ഒരു ഇൻവെസ്റ്റർ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന അത് ഏതാണ് ഇൻവെസ്റ്റർ എന്നുള്ളത് വലിയ കൗതുകമല്ലായിരുന്നു ഉണ്ടായിരുന്നു. പറയട്ടെ, ഈ നിക്ഷേപകൻ ആരാണ്? ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി വന്നിട്ടുള്ള വ്യക്തി ആരാണ്? എത്ര കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു? ഏത് തരം വ്യവസായമാണ്? അത് കേരളത്തിന് യോജിച്ചതാണോ? എന്താണ് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒളിച്ചു വയ്ക്കേണ്ട കാര്യം എന്താണ്? അത് അദ്ദേഹം അതിന്റെ പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന്റെ വിശദമായ കാര്യങ്ങൾ പറയാത്തിടത്തോളം കാലം അതിലെന്തോ ദുരൂഹത ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ആ ദുരൂഹത ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയണം. എന്തിനാ ദുരൂഹതയിൽ അദ്ദേഹം ഇത് മറച്ചുവെക്കുന്ന കാര്യം? അങ്ങനെ മറച്ചുവെക്കേണ്ട കാര്യമാണോ ഇത്തരം ചർച്ചയ്ക്ക് പോകുന്നത്? ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ടോ? വ്യവസായ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രി പറയണം. അങ്ങനെ നിക്ഷേപകരെ കാണുന്നതിന് വേണ്ടി പോകുന്നതിന് വേണ്ടി ഞാനുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് പോയത്. ഇത്ര കോടി രൂപ ഇവിടെ വരുന്നു, അത് ഇന്ന വ്യവസായമാണ് എന്നുള്ളതിൽ പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയോട് ചോദിച്ചു എന്നുള്ളവർ അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു പത്രപ്രതിനിധി പറഞ്ഞല്ലോ ഇൻവെസ്റ്റ് ചെയ്ത് എന്താണ് ചോദിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന്റെ സംശയമല്ലേ ജനങ്ങൾക്ക് എന്തുകൊണ്ട് അതല്ല വിശദമായി പറഞ്ഞില്ലെങ്കിൽ എനിക്കും സംശയം തോന്നി. ഈ CP ജോൺ മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. അതായത് അധിക്ഷേപ പരാമർശമാണ്. സ്ത്രീകൾ സൗജന്യം കിട്ടിയതോടുകൂടി ബസ്സിൽ തള്ളിക്കയറുന്നു, അതേസമയം തന്നെ സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നു. അത്തരത്തിൽ ഓരോ കാര്യങ്ങളെയും കൂട്ടിച്ചേർത്ത് കേരളത്തിലെ ജനങ്ങളെ കണ്ട് അതിശയം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ പ്രസ്താവന? ഞാൻ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അതായത് ഈ പ്രിയദർശിനി സൗജന്യ സർവീസ് നൽകിയതിനു ശേഷം ആ ബസ്സിൽ കയറുന്ന സ്ത്രീകളെ ആദ്യം അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ആ പ്രസ്താവന. ബസ്സിലേക്ക് സ്ത്രീകൾ കൂട്ടത്തോടെ തള്ളിക്കയറുന്നു, സൗജന്യമാണെന്ന് അറിഞ്ഞ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാർ ആശുപത്രിയുടെ വരാന്തകളിൽ പോയി കാത്തുകിടക്കുന്നു എന്നൊക്കെയായിരുന്നു പരാമർശം. നമ്മൾ ഗവൺമെന്റും ഭരണാധികാരികളും പാവപ്പെട്ടവരോടും സാധാരണക്കാരനോടും കൂറുപുലർത്തുകയാണ് ചെയ്യേണ്ടത്. അവരോടൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം നമ്മൾ കൊടുത്ത ശേഷം ആ ആനുകൂല്യം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല. ഒരു നിവൃത്തിയില്ലാത്ത പാവങ്ങളായതുകൊണ്ടാണല്ലോ നമ്മൾ കൊടുക്കുന്ന സൗജന്യം വാങ്ങുന്നതിന് വേണ്ടി വരുന്നത്. അവരെ എല്ലാ തരത്തിലുള്ള ബഹുമാനവും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ അവരെ ആക്ഷേപിക്കുകയും അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയും ഒരു പ്രതികരണവും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
ഈ തൊഴിലില്ലായ്മ വേതനം മുമ്പ് കൊടുത്തപ്പോൾ കേരളത്തിലെ ഒരു സമുന്നതനായിട്ടുള്ള നേതാവ് പറഞ്ഞു ഇത് പ്രത്യുൽപാദനപരമല്ല, കൊടുക്കാൻ വേണ്ടി പാടില്ല, നമുക്ക് ചെലവഴിച്ചാൽ ലാഭം കിട്ടുന്നതിന് വേണ്ടി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത്തരം പ്രസ്താവനകളൊക്കെ തന്നെ പാവപ്പെട്ടവന് സാധാരണക്കാരനെ വേദനിപ്പിക്കുന്ന കാര്യം. ഗവൺമെന്റിൽ നിന്ന് സാധാരണക്കാരൻ അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, കടവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങളാണ്. അതാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അപ്പൊ അതിനെ ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയായിട്ട് ഫിനാൻസസ് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടായ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്തുനിന്ന് കമന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? കാരണം നഷ്ടം വിചാരിച്ചാൽ കൂടുതലാണെന്ന് 2 ദിവസം മുമ്പ് ടി.പി. ജോൺ പറഞ്ഞിരുന്നു. അല്ല, ഈ 2 മാസം ഈ ഗവൺമെന്റ് കൈവച്ച മുഴുവൻ കാര്യങ്ങളും പരാജയമായിരുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം വിജയമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാനതിപ്പോ പറയുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി കഴിയുമോ? പത്രക്കാരുടെ യുദ്ധമാണിപ്പോ. നേരത്തെ എന്താ പിണറായി വിജയൻ ആണ് എന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞ് ഇപ്പൊ ഞാൻ പറയുന്നില്ല പിന്നെ പറയാന്നൊക്കെ പറഞ്ഞ ഒരു ഉടനെ തന്നെ ചാനൽ ചർച്ചയായി, എന്തൊക്കെയായിരുന്നു. ഇപ്പൊ ഇന്ന് പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ലല്ലോ, പറയാൻ പറ്റില്ലെന്ന് പറയില്ലേ, വെല്ലുവിളിക്കല്ലേ മാധ്യമങ്ങളെ. ഇപ്പൊ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് സൗകര്യമുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി. ഒരു പല മാധ്യമങ്ങൾക്ക് പരാതിയില്ലല്ലോ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ എന്തെങ്കിലും ഒരു പദപ്രയോഗം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്? ഇതാണ് മാധ്യമങ്ങളുടെ ഒരു വേർതിരിവെന്ന് പറയുന്നത്. സംരക്ഷണം കൊടുക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ആണെന്നുള്ള നിലയിലാണ്.